നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെക്കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതായത് ഒരു ചാർജ് കാരണം അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പോയിന്റിലെ ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡിന് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, ഇതാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു സോഴ്സ് ചാർജ് എടുത്തു. Q എന്ന് പറയുന്ന ചാർജാണ് നമ്മുടെ സോഴ്സ് ചാർജ്. അതിനെ ഞാൻ O എന്ന് പറയുന്ന പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്. അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. Q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണം അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റാണ് P. ആ പോയിന്റിലെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതേ പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വെക്കണം. നമ്മൾ വെച്ചിട്ടുണ്ട്. Q0 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ കയ്യിലുള്ള യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഇനി ആ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ച് ആ ഫോഴ്സിനെ Q0 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും. അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. P എന്ന് പറയുന്ന പോയിന്റിലെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത്. സോഴ്സ് ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയാണ് P എന്ന് പറയുന്ന പോയിന്റ്. P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനായി ഞാൻ അതേ പോയിന്റിൽ തന്നെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചു. അതും പോസിറ്റീവാണ്. നമ്മുടെ കയ്യിലുള്ള സോഴ്സ് ചാർജും പോസിറ്റീവാണ്. അങ്ങനെയെങ്കിൽ Q0യിൽ എന്ത് ടൈപ്പ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഏത് ഡയറക്ഷനിലായിരിക്കും? ഇവ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിൽ കൂടിയായിരിക്കും ആ റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ Q0യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഞാൻ ആ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. F വെക്റ്റർ എന്ന് പറയുന്നത് Q0യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് F പോകുന്നത്. അങ്ങനെയെങ്കിൽ Pയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും എന്ത് തന്നെയായിരിക്കും? റൈറ്റ് സൈഡിലേക്ക് തന്നെ ആയിരിക്കും. ഇനി ആ Q0യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. F ഈസ് ഈക്വൽ ടു, അതായത് Q0യിൽ Q കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നോക്കാൻ പോകുന്നത്. F ഈസ് ഈക്വൽ ടു 1/4πε0 Q. ആദ്യത്തെ ചാർജാണ് Q0, രണ്ടാമത്തെ ചാർജാണ്, ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, അതായത് R². ഇനി നമുക്ക് ഡയറക്ഷൻ പറയണം. അതായത് എഫിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എടുക്കുന്നു. അതാണ് R². എഫും റൈറ്റ് സൈഡിലേക്കാണ്, R² റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ്. അതായത് 1/4πε0 Q0/R² എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള എഫ് ഒരു വെക്ടറാണ്. അങ്ങനെയെങ്കിൽ ഈ സ്കേലാർ ക്വാണ്ടിറ്റിയെ വെക്ടറാക്കി മാറ്റാൻ ഞാനൊരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഒരു കേസിൽ എഫിൻ്റെയും R²ൻ്റെയും ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. ഇനി എന്താണ് P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഞാനിവിടേക്ക് കൊണ്ടുവരികയാണ്. ഈ P, അതായത് P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്ടറാണ്, ഈക്വൽ ടു F വെക്ടർ ഡിവൈഡഡ് ബൈ Q0. F എന്താണെന്നുള്ളത് നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/4πε0 Q0/R² ആണ് F വെക്ടർ. അതിനൊപ്പം തന്നെ ഒരു R² കൂടി ഉണ്ട്, ഇൻറ്റു 1/Q0. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/4πε0 Q0/R² ഇൻറ്റു R² ആണ് F, ഇൻറ്റു 1/Q0 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ Q0യും Q0യും എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ? ഈ P, അതായത് P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R² ഇൻറ്റു R².
അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരുന്നു ആർ ക്യാപ്പ്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ എല്ലാം കൂടി കോർത്തിണക്കി കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ സോഴ്സ് ചാർജ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സോഴ്സ് ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കൊണ്ടുവന്ന ചാർജ് ഈ ഇക്വേഷനിൽ ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. അതായത് നമ്മൾ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനായി കൊണ്ടുവരുന്ന ചാർജുമായി അതേ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആരാണോ ഉണ്ടാക്കിയത് ആ ഒരു ചാർജ് ആയിട്ട് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും Q0 എന്ന് പറയുന്ന ടേം ഈ ഇക്വേഷനിൽ ഇല്ല. അതായത് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സോഴ്സ് ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ.